ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറീസ് അച്ഛൻ. ഞാൻ ഇന്നലെ നമ്മുടെ യാക്കോബായ സുറിയാനി സഭയിലെ 2 മെത്രാപ്പൊലീത്തന്മാരുടെ കരിസ്മാറ്റിക് ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിലും അതുപോലെ സഭയുടെ കൂദാശക്രമങ്ങളുടെ ആ ഒരു ക്രമം വെച്ചും ഒക്കെ ഞാനത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യല്ല, അവർ നടത്തിയ നടപടികളെ ചോദ്യം ചെയ്തു. തീർച്ചയായിട്ടും അത് അനേകർ കാണുകയും ചില ആളുകൾ എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ട് അവർ ചോദിച്ച 1-2 ചോദ്യങ്ങൾക്ക് മറുപടി തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊരാൾ ചോദിച്ച ചോദ്യം ഇതാണ്: അച്ഛൻ മോർ ഫീലിക്സിനോസ് തിരുമനസ് കൊണ്ട് സ്ത്രീകൾക്ക് പഴമ വായിക്കാൻ അനുമതി കൊടുത്തതിനെ ശ്ലാഘിക്കുന്നത് കണ്ടു. അതുകൂടാതെ ഒരു പടിയും കൂടെ കടന്ന് അച്ഛൻ സംസാരിച്ചു. അവരെ മദ്ബഹായിലെ പുരോഹിതന്മാർക്ക് പരികർമ്മികളായ ശുശ്രൂഷകൾക്കായിട്ട് കുഞ്ഞു ബാല്യക്കാരികളെയും യൗവനക്കാരികളെയും ഒക്കെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവരൊക്കെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഷ കേട്ടോ, ഇങ്ങനെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാരമ്പര്യമോ കീഴ്വഴക്കമോ നമുക്കുണ്ടോ? അത് തെറ്റല്ലേ അച്ഛൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ആ വീഡിയോയിലുണ്ട്. സഭയിൽ പണ്ട് കാലങ്ങളിൽ ശംശോനീസോ എന്നൊരു പദവി ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനിയോട് 2014-15 കാലഘട്ടത്തിൽ ഉള്ള അടുപ്പവും ബന്ധവും വെച്ച് ആ സമയത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അന്ന് അഭിമന്യ തിരുമനസ്സുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇത്തരമൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ആ പാരമ്പര്യം പിന്നീട് ഇല്ലെന്നായിപ്പോയി. മധ്യപൂർവ്വദേശത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അത് ഇല്ലെന്നായി പോവുകയും ചെയ്തിട്ടുണ്ട്. അത് തിരികെ കൊണ്ടുവരുന്നതിനോ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: വിശുദ്ധ മാമോദിസയുടെ റോഷ്മിയാൽ മുദ്രയിടപ്പെടുകയും കർത്താവിൻ്റെ വിജയശ്രീബാൽ രക്ഷിക്കപ്പെടുകയും അവൻ്റെ ശരീരത്തിൽ പങ്കാളിയാകുകയും ചെയ്യുവാൻ ഒരു സ്ത്രീക്ക് അവകാശമുണ്ടെങ്കിൽ പുരോഹിതൻ്റെ പരികർമ്മിയായ സ്ത്രീ കൂടെ നിന്നു എന്നതുകൊണ്ട് ദൈവം തൻ്റെ നമ്മൾ നടത്തുന്ന ശുശ്രൂഷകളെ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ വാക്കുകൾ എന്നെ വളരെയേറെ ആകർഷിച്ചതായ ഒരു വാക്കുകളാണ്. ഞാനും ആലോചിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു മറുപടി പറഞ്ഞു. എന്ന് വെച്ചാൽ, അച്ഛാ, സ്ത്രീകൾക്ക് പൗരോഹിത്യ ശുശ്രൂഷ പദവി കൊടുക്കണമെന്നല്ല പറഞ്ഞത്. അതിന് ഒരു കാരണം പറഞ്ഞു. കർത്താവായ യേശു തമ്പുരാൻ്റെ ശിഷ്യഗണത്തിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. പക്ഷേ 12 സ്ലീഹന്മാർ 12 പേരും പുരുഷന്മാരായിരുന്നു. അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ആചാരത്തിൻ്റെ നല്ലൊരു അധികാരവും കൊടുത്തു. ശിഷ്യന്മാർ തിരഞ്ഞെടുത്തതും പുരുഷന്മാരെ തന്നെയായിരുന്നു. ശിഷ്യകളായിട്ടുള്ള സ്ത്രീകളെ അവർ മാറ്റി നിർത്തിയുമില്ല. എന്ന് വെച്ചാൽ, സഭയെ നയിക്കുവാൻ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പരികർമ്മിക്കുവാൻ സ്ത്രീകളെ യോഗ്യരായ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത് തെറ്റല്ല എന്നാണ് അന്ന് അന്തിമോസ് തിരുമേനി എന്നോട് പറഞ്ഞത്. അദ്ദേഹം അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഞാനത് വളരെ ശ്രദ്ധയോടെ കേട്ടു. പണ്ടും എനിക്ക് ഒരു കാര്യമുണ്ട്: എന്തെങ്കിലും കാര്യത്തിലൊരു സംശയം തോന്നിയാൽ, ഞാൻ വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ തിയോളജി പഠിച്ച് അതിൻ്റെ പുറത്ത് 5-6 മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളൊന്നും അല്ലാത്തതുകൊണ്ട് കണിയാമ്പറമ്പിലച്ഛൻ, മർക്കോസ് കൂലോസ് തിരുമേനി, കാലഞ്ചേത യൂലിയോസ് തിരുമേനി, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അടുക്കൽ പോയി സംശയങ്ങൾ ഒരു മടിയും കൂടാതെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അതിനകത്ത് മർക്കോസ് കൂലോസ് തിരുമേനി കാലം ചെയ്തു പോയി. കണിയാമ്പറമ്പിലച്ഛൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. അതിന് കൊണ്ട് പിന്നെ എനിക്ക് അടുപ്പമുള്ളവരോടെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഏതൊരു വ്യക്തിയോടും ഞാനത് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാനത് പറഞ്ഞത്. പിന്നെ മറ്റേ ആൾ ചോദിച്ചു, മാലാഖമാരോട് മധ്യസ്ഥയുണ്ടോയെന്ന്. തീർച്ചയായിട്ടും സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അങ്ങനെയില്ല. അതിന് കാരണം, ഞാനൊരിക്കൽ കണിയാമ്പറമ്പിലച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാരണമുണ്ട്. അച്ഛൻ പറഞ്ഞിങ്ങനെയാണ്: അച്ഛന് ഏതെങ്കിലും വിധത്തിൽ പൊതുസമൂഹത്തിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും സംഘടനകളിൽ നിന്നോ ഒരു വധഭീഷണിയോ മറ്റു ഭീഷണിയോ ഉണ്ട്, അച്ഛൻ ആരെ സമീപിക്കും? കോടതിയെ സമീപിക്കും. കോടതി ആ ഭീഷണിയുടെ കാഠിന്യം അനുസരിച്ച് 1-2 പോലീസുകാരെ വെറുതെയോ ആംഡായിട്ടോ വിട്ടുതരും. അവരുടെ ഉത്തരവാദിത്വം എന്താ? അച്ഛൻ എവിടെ പോകുന്നു ആ പോകുന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക, അച്ഛനെ ആപത്തുകളിൽ അവരുടെ മറ്റ് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അവർ അച്ഛൻ്റെ മധ്യസ്ഥരല്ല. അവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? കോടതിക്കാണ്. ഇത് തന്നെയാണ് മാലാഖമാരും. ദൈവം മനുഷ്യനെ പിശാചിൻ്റെ കഠിനമായ ബലപരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജനത്തിന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാലാഖമാരെ അയച്ചു കൊടുക്കുന്നത് മധ്യസ്ഥരായിട്ടല്ല, മറിച്ച് സംരക്ഷകരായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് മധ്യസ്ഥ യാചിക്കേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അത്രയും മധ്യസ്ഥകൾ ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകളിലും അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്: നമ്മുടെ പ്രാർത്ഥന നിൻ്റെ മാലാഖമാരെ
ഞങ്ങൾക്ക് സംരക്ഷകരായിട്ട് അയക്കണമേ അല്ല നിൻ്റെ മാലാഖമാരുടെ മധ്യസ്ഥ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്കൊരു പ്രാർത്ഥനയില്ല. അപ്പോൾ ഇതെല്ലാം തിമോത്തിയോസ് തിരുമേനി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മധ്യസ്ഥത നടത്തിയത്. അപ്പോൾ അത് സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ വിമർശിക്കേണ്ടി വന്നത്. ഇനി അടുത്ത കാര്യം ഒരാൾ ചോദിച്ചു, മധ്യസ്ഥ പ്രാർത്ഥനയെ അച്ഛൻ എന്തിനാ അങ്ങനെ എതിർത്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥനയല്ല ഞാൻ എതിർത്തത്. വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് കുക്കുലിയോൻ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വന്ന് കയറി, അതും പോരാഞ്ഞിട്ട് മാതാവിനോടുള്ള അനേകം മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ രീതിയിൽ ചൊല്ലുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രസംഗങ്ങളും സർക്കുലർ വായന, നോട്ടീസ് വായന, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കപ്പ്യാരിങ്ങനെ അല്ലെങ്കിൽ അച്ഛനിങ്ങനെ ആ തിരശ്ശീല മാറ്റിയിട്ട് ആരെങ്കിലും കുർബാന അനുഭവിക്കാണ്ട് മുമ്പോട്ട് കടന്നു വരൂ എന്ന് പറയുന്ന രീതി തെറ്റാണ്. ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ കത്തോലിക്ക സഭയാണ്. ഈ കത്തോലിക്ക സഭയെ പോലും വിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന അവർ തിരികെ കയറ്റിയിട്ടില്ല എന്ന ഒരു വലിയ സത്യം നിലനിൽക്കുമ്പോഴാണ് യാക്കോബായ സഭ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് തിരികെ കയറ്റുകയും ആ മധ്യസ്ഥ പ്രാർത്ഥനയാണ് കുർബാനയേക്കാൾ വലുതെന്ന് ജനങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ. അതായത് ഞാനൊരു പറയാം, പല പള്ളികളിലും നമ്മൾ ചെന്ന് നോക്ക്, കുർബാനയുടെ സമയത്ത് വളരെ അലക്ഷ്യമായിട്ട് മുറ്റത്തിരുന്ന് പുല്ല് പറിക്കുകയും അതല്ലെങ്കിൽ എന്താ പറയുക ഭിത്തിയിൽ ഇങ്ങനെ ചണ്ടിക്കൊണ്ടിരിക്കുകയും ചെളി കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിദ്വാർത്ഥികളുമൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോൾ സട കുടഞ്ഞ് എഴുന്നേറ്റ് ചാടി പള്ളിയകത്ത് കയറി ഓടി മുമ്പിൽ വന്ന്, പണ്ടത്തെ കാലത്ത് മെഴുതിരിയായിരുന്നു, പള്ളിയൊക്കെ പുതുക്കി പണിതിന് ശേഷം ഇപ്പോൾ കുരിശ പിടിച്ചു നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുർബാനയ്ക്ക് 5 രൂപയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 10 രൂപ, മധ്യസ്ഥ പ്രാർത്ഥന കുർബാനയ്ക്ക് 10 രൂപയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 15 രൂപ. അപ്പോൾ ഏതാ വലുത്? ഈ രീതിയിലേക്ക് ആക്കുകയും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വൈദികർ പ്രസംഗിക്കുകയും പറയുകയും കൂടെ ചെയ്തപ്പോൾ വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുന്ന പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുർബാനയാണ് വലുതല്ലേ മധ്യസ്ഥ പ്രാർത്ഥന എന്ന്. എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള വിശ്വാസികളെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും. അപ്പം വിശുദ്ധ കുർബാനയേക്കാൾ വലുതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു ചിന്ത ജനങ്ങളിൽ കുറച്ച് പേരിലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാൻ ഇടയായത് ഈ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയെ ഉരുട്ടിക്കയറ്റിയോടുകൂടിയാണ്. മധ്യസ്ഥ പ്രാർത്ഥന കുർബാന അനന്തരം ആവശ്യക്കാർ പങ്കെടുത്താൽ മതി, ചെയ്താൽ പോരെ. ഇത് കുർബാന സംബന്ധിക്കുന്ന ആളുകൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയോടെ പങ്കെടുത്തേ പോകാവൂ എന്ന രീതി. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞറിയോ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ആളുകളല്ലേ പള്ളിയകത്ത് നിൽക്കില്ല. ആർക്കത്ര നിർബന്ധം? മധ്യസ്ഥ പ്രാർത്ഥന വേണമെങ്കിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്ത് മധ്യസ്ഥയ്ക്ക് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നവർ ആ കുർബാന കഴിയുമ്പോൾ അതിൽ പങ്കെടുത്താൽ മതിയെന്നേ. കുർബാനയ്ക്കാണ് പ്രാധാന്യം. അപ്പം ഞാൻ ചോദിച്ചു അച്ഛനോട്, അച്ഛാ അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന മറ്റുള്ളവർ വീട്ടിൽ പോവുകയും കുർബാന അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി വരുമ്പോൾ കുർബാനയ്ക്കാണോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണോ മുൻതൂക്കം എന്ന് ചോദിച്ചു. മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇത്തരം രീതികൾ അവലംബിച്ചു വന്നത് സഭയിൽ വിശ്വാസത്തിന് രാഹിത്യമുണ്ടാക്കി. ഇനി അടുത്ത ചോദ്യം ചോദിച്ച ആളോട് അച്ഛൻ പറഞ്ഞു, വിശുദ്ധ കുർബാന പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ കൊടുക്കുന്ന രീതിയാണ് ശരിയെന്ന് ശ്രേഷ്ഠഭാവ ജോസഫ് തിരുമനസ്സുകൊണ്ട് പ്രസംഗിച്ചു വീഡിയോ ഞങ്ങളും കേട്ടതാണ്. അത് ശരിയാണോ? സഹോദര, ചോദിച്ച ചോദ്യം നിങ്ങൾ ഒരൽമായൻ എന്ന നിലയിൽ ചോദിച്ച് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. വിശുദ്ധ കുർബാന തക്സയ്ക്കകത്ത് വളരെ സ്പഷ്ടമായി യാക്കോബിൻ്റെ തക്സ കഴിയുമ്പോൾ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്, വിശുദ്ധ കുർബാന പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ച് വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് കൊടുക്കുകയും തുടർന്നുള്ള പ്രാർത്ഥന ചൊല്ലി ദർഗായിൽ കയറി ത്രോണോസിൽ വിശുദ്ധ ബലിപീഠത്തിന്മേലെ കർത്താവിൻ്റെ ശരീരവും രക്തവും വെച്ച് കൃതജ്ഞതാ പ്രാർത്ഥനയും നമ്മുടെ കർത്താവായ യേശുമിശിഹായോടുള്ള പ്രാർത്ഥനയും ആയതിനു ശേഷം ഹൂത്തോമയും, അതിനിടയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നുണ്ട്, ഹൂത്തോമയും ചൊല്ലി ആശീർവാദം നടത്തി ജനങ്ങളെ വിശ്വാസികളെ പറഞ്ഞയക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ആ ആൾ തന്നെ ഒരു സംശയം എന്നോട് ചോദിച്ചു, അച്ഛാ ഈ കുർബാനയിൽ പല അച്ഛന്മാരും പല രീതിയിൽ കാണിക്കുന്നതായിട്ടുണ്ട്. അതായത് ശോശപ്പാട കോണ് നിവർത്തുന്നതിനെക്കുറിച്ച് കുർബാന തക്സയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കൊമൻ കബറോ എന്ന് ചൊല്ലി ശോശപ്പായുടെ കോണ് വൈദികൻ മുത്തി അതിന് ശേഷം നിവർത്തിയിട്ട് അതിന് ശേഷമാണ് കുന്തിരിക്കം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വ്യക്തി പല സ്ഥലത്തും ചെന്നപ്പോൾ 2 രീതിയിൽ കണ്ടു. ഒന്ന് കുന്തിരിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം കോണ് നിവർത്തുന്നതും, മറ്റൊന്ന് കുന്തിരിക്കം ഇടുന്നതിന് മുമ്പ് കൊമൻ കബറോ ചൊല്ലിയിട്ട്, അത് പുള്ളി പറഞ്ഞില്ല, ഇത് എൻ്റെ ഭാഷയാണ്. കൊമൻ കബറോ എന്നുള്ളത് തക്സയ്ക്കകത്തുള്ള കാര്യമാണല്ലോ, കോണ് നിവർത്തിയിടുന്നു എന്നുള്ളത്. അപ്പം കുർബാന തക്സയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്
കുന്തിരിക്കം ധൂപക്കുറ്റിയിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കമൻ കബറോ ചൊല്ലി കോണ് വിളുമ്പ് നിവർത്തി ഇടണം എന്നുള്ളതാണ്. അതങ്ങനെയാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാകാൻ, അപ്പോൾ ഞാനാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻ കബറോ ചൊല്ലി വിളുമ്പ് നിവർത്തി മുത്തിയതിന് ശേഷം വിളുമ്പ് നിവർത്തിയതിന് ശേഷമാണ് ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം ഇട്ട് കൊടുക്കുന്നതും. അതുപോലെ തന്നെ ശോശപ്പ് ആഘോഷിച്ച് കഴിഞ്ഞ് ഞാനത് സ്വയം മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരുന്നാലും അത് ചെയ്യുന്ന രീതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അതിന് അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ 1-2 ചോദ്യങ്ങളൂടെ ചോദിച്ചത്, ഈ വിശ്വാസത്തിൽ ഇത്രയും വീഴ്ചകൾ വരാനുണ്ടായ കാരണം നമ്മുടെ കൂദാശകളെക്കുറിച്ചും നമ്മളുടെ ആരാധന രീതികളെക്കുറിച്ചും നമ്മളുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാതെ പ്രസംഗത്തിനിടയിൽ മത്രാങ്കക്ഷിക്കാരനെയും മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞ് പ്രസംഗിച്ച് പോയതുകൊണ്ടല്ലേ എന്ന്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. പ്രസംഗത്തിനിടയിൽ മറുഭാഗം നമ്മളോട് ചെയ്തിട്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് തെറ്റല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കൂദാശകളെയും കുറിച്ച് ഓരോ വൈദികരും സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധ കുർബാന പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് കൊടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ നടത്തുന്ന പള്ളിയിൽ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ ഒരു മേശ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു തവലിത്താപ്പല വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വിരിക്കൂട്ടിട്ട് 2 സൈഡിലും മെഴുതിരി കത്തിച്ചിട്ട് കാസായിൽ നിന്നോ പിലാസായിൽ നിന്നോ പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് വരുന്ന സമയത്ത് സൗകര്യം അനുസരിച്ച് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് ചൊല്ലി തീർത്ത് ദർഗായിൽ കൊണ്ട് കയറി ത്രോണോസിൽ വെച്ച് കൃതജ്ഞതാ പ്രാർത്ഥനയും സമാധാനം കൊടുത്ത് നമ്മുടെ കർത്താവായ യേശുമിശിഹായോടുള്ള പ്രാർത്ഥനയും നടത്തി ഈ ഹുത്തോമയും നടത്തി ആശീർവാദം നടത്തി വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൾ തന്നെ ചോദിച്ചു, ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സമയത്തെ പ്രാർത്ഥന യേശുക്രിസ്തുവിനോടാണോ എന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. തീർച്ചയായിട്ടും സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടുവാ. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസമൊക്കെ യോഹന്നാനും ഞങ്ങൾ കർത്താവായ യേശുമിശിഹാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ദർഗായിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നത്തെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന അല്ല. ദർഗായിൽ കയറി നിന്ന് പിതാവാൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് തുടങ്ങുന്നത്. പിതാവാൻ ദൈവത്തോടുള്ള പ്രാർത്ഥന കഴിഞ്ഞ് 2-3 പ്രാർത്ഥനകളെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് അവൻ്റെ മുമ്പാകെയുള്ള നമ്മുടെ ഒരു പ്രാർത്ഥന വരുന്നത്. പിന്നെ ഒരു പ്രാർത്ഥന വരുന്നത് യേശുമിശിഹായോടുള്ള പ്രാർത്ഥന വരുന്നത് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാനം കൃതജ്ഞ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കൊടുത്തതിന് ശേഷം ഹൂത്തോമയ്ക്ക് മുമ്പുള്ളതായ പ്രാർത്ഥനയും യേശുമിശിഹായോടുള്ളത്. അതായത് തുടങ്ങുന്നതും നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതും നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടയ്ക്കത്തെ ഒരു പ്രാർത്ഥനയും നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയെല്ലാം പിതാവാൻ ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. അപ്പം ഇത് അദ്ദേഹം ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ശ്രേഷ്ഠമായ ആരാധനയും പ്രാർത്ഥനകളും നടത്തുന്ന ഈ സഭയിൽ എന്തിനാണ് ഇത്തരം കരിസ്മാറ്റിക് ധ്യാനങ്ങൾ? യേശുക്രിസ്തു എവിടെയാണ് പറയുക? വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുമെന്ന് മാർത്തിയോട് പറഞ്ഞു. വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസം കുറഞ്ഞു പോയതുകൊണ്ടാണോ ഇങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളവും അലർച്ചയും അവിടെ എവിടെയാണ് അലറാൻ പറഞ്ഞത്? വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞത് നസ്രാനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇങ്ങനെ സ്ലീഹന്മാർ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഭക്തരായിട്ട് മാറുകയാണ്. ഭക്തിയേക്കാൾ അത്യാവശ്യം വിശ്വാസമാണ്. വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉറപ്പുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഈ മലയോട് മാറി കടലിൽ നടുക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും. നമുക്ക് ആ വിശ്വാസമാണ് ആവശ്യം. നീ വിശ്വസിക്കുക. നമുക്ക് കുറേ കാലം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കുറേ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ വരെ കാര്യങ്ങൾ എത്തിക്കും. അവിടെ യേശുക്രിസ്തു എന്നൊരാൾ അവിടെ ഇല്ലാത്ത അനുഭവമാണ് പലയിടത്തും കാണുന്നത്. ട്രെൻഡഡ് ആയിട്ടുള്ള വിശുദ്ധന്മാരുടെ പുറകെ കുറേ ആളുകൾ പോകുന്നുണ്ട്. അതും തെറ്റാണ്. നീ ജ്ഞാനം സമ്പാദിക്കുക. ജ്ഞാനം നിന്നെ സ്വതന്ത്രമാക്കും.
നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കും. യേശുക്രിസ്തു എന്ന സത്യേക ദൈവത്തിൻ്റെ ആ ദൈവികമായ ജ്ഞാനത്തെ നീ സമ്പാദിക്കുമ്പോൾ ഇത്തരം പോഷുകളിലും ഭാഷാണ്ഡതകളിലും ചെന്ന് ചാടുകയില്ല. ഇത് കുറേ ആളുകളെ പറ്റിക്കുകയാണ്, സാമ്പത്തികമായിട്ട് അവരെ മുതലെടുക്കുകയാണ്. ഇതൊരിക്കൽ ജോസഫ് പുത്തമ്പരയ്ക്കച്ചൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് പേരുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടാമെങ്കിൽ പകുതി പേരുടെ മാനസിക രോഗം മാറി കിട്ടുന്നു. സത്യമല്ലേ? വിശ്വാസം വേണം, പക്ഷെ വിശ്വാസം അന്ധമാകരുത്. എന്താ പറയുന്നത്, മറ്റാൾ കാണിക്കുന്നത് കൊണ്ട് അനുകരിക്കുകയും അതനുസരിച്ച് ചെന്ന് ഭ്രാന്തമായി ചെന്ന് ചാടിക്കൊടുക്കുകയും ചെയ്യുന്നതാകരുത്. വിശ്വാസം യേശുക്രിസ്തുവിലായിരിക്കണം. നസ്രാനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. മാർത്തയുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ലാസറിനെ കബറിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ വിശ്വാസം വേണം, വിശ്വാസം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അവനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവായ യേശുമിശിഹ പറഞ്ഞു. അതല്ലാണ്ട് ഇത്തരം എന്താ പറയുക, ഈ ഗോഷ്ഠികളൊന്നും കാണിക്കാൻ കർത്താവ് ഒരിടത്തും പറഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നവനും എനിക്ക് കൊള്ളാത്തവൻ. അതായത് യേശുക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് നീ ഏത് വിശുദ്ധനെയോ ശുദ്ധിമതിയോ മാതാവിനെയോ ആരെയായിക്കോട്ടെ സ്നേഹിച്ചാൽ നീ അവന് കൊള്ളാത്തവനാണ്. നീ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക, വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയോടുകൂടി അവനോട് നിൻ്റെ യാചനകളും പ്രാർത്ഥനകളും അർപ്പിക്കുക. നിശ്ചയമായിട്ട് അതിന് ഫലം ഉണ്ടാകും. അല്ലാതെ വിശുദ്ധന്മാർക്കും ശുദ്ധിമാന്മാർക്കും അതൊന്നും പോരാഞ്ഞിട്ട് മാലാഖമാരെയും കൂടെ പിടിച്ചു വെച്ച് മധ്യസ്ഥ അർപ്പിച്ച് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടോ ഫലം ഉണ്ടാവില്ല. ഫലം ഉണ്ടാവണമെങ്കിൽ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. അവനാണ് പറഞ്ഞത്, എന്നേക്കാൾ അധികമായി എന്തിനെ സ്നേഹിക്കുന്നവനും എനിക്ക് കൊള്ളാത്തവൻ. അതുകൊണ്ട് നീ യേശുക്രിസ്തുവിനേക്കാൾ അധികമായി എന്തിനെങ്കിലും ഏത് വിശുദ്ധനെയോ ശുദ്ധിമതിയോ ആരെങ്കിലും സ്നേഹിച്ചാൽ നീ അവന് കൊള്ളാത്തവനാ. അത് നിനക്ക് വാളായിട്ട് തീരും. അപ്പോൾ അങ്ങനെ വാളായി തീരുന്ന അനുഭവം അല്ല വിശ്വാസം കൊണ്ടുണ്ടാകുന്നത്. വിശ്വാസം കൊണ്ടുണ്ടാകുന്ന രക്ഷയുടെ അനുഭവമാണ്. ആ രക്ഷയുടെ അനുഭവം കർത്താവിൻ്റെ വിജയശ്രീപായാൽ രക്ഷിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൂശിത രൂപം വെച്ചോ മറ്റു രൂപങ്ങൾ വെച്ചോ സഭയെ ആരാധിക്കാത്തത്. ഇതെങ്കിലും ദൈവജനമേ മനസ്സിലാക്കുക. എന്തായിരുന്നാലും എന്നോട് സംശയം വിളിച്ച് ചോദിച്ചവരോടുള്ള മറുപടിയും ഇത്തരം സംശയങ്ങളുള്ള അനേകരുണ്ട് എന്ന് അവർ പറഞ്ഞതുകൊണ്ടും, കാരണം അവരുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചപ്പോൾ ഈ സംശയങ്ങൾ പലരും സംസാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ്. എന്തായിരുന്നാലും അവർക്കുമുള്ള മറുപടിയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും കരുണയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.